നമസ്കാരം, എല്ലാവർക്കും ബേസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ IT-യുടെ ക്ലാസ് ആണ് ചർച്ച ചെയ്യുന്നതിനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 4 ബിറ്റ് 1 നിബിൾ എന്ന് പഠിച്ചിരുന്നല്ലോ. 4 ബിറ്റ് 1 നിബിൾ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ 8 ബിറ്റ് 1 ബൈറ്റ് എന്നും നമ്മൾ പഠിച്ചിരുന്നു. 1 ബൈറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 2 നിബിൾ എന്ന് എഴുതാം. 2 നിബിൾ എന്ന് എഴുതാം. 4 ബിറ്റ് 1 നിബിൾ, 8 ബിറ്റ് 1 ബൈറ്റ്, അല്ലെങ്കിൽ 2 നിബിൾ എന്ന് എഴുതാം അല്ലെ. ഇനി ശ്രദ്ധിക്കൂ, 1024 ബൈറ്റ്സ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് എന്ന് പറയുന്നത് 1 KB ആണ്. 1024 ബൈറ്റ്സിനെ എങ്ങനെ വിളിക്കാം? 1 KB എന്ന് വിളിക്കാം. 1024 ബൈറ്റ്സ് 1 KB എന്ന് പറഞ്ഞാൽ, ഇവിടെ KB എന്ന് പറഞ്ഞാൽ കിലോ ബൈറ്റ് എന്നാണ്. KB എന്ന് പറഞ്ഞാൽ കിലോ ബൈറ്റ് എന്നാണ്. ഇനി അടുത്തത് 1024 KB. 1024 KB നമ്മൾ വിളിക്കുന്നത് 1 MB എന്ന് വിളിക്കും. 1 MB. വാട്ട് ഈസ് MB? മെഗാബൈറ്റ്. 1024 KB ആണ് 1 MB. MB എന്ന് പറഞ്ഞാൽ മെഗാബൈറ്റ് എന്നാണ്. ഇനി അടുത്തത് 1024 മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ്. അതിനെ 1 GB എന്ന് വിളിക്കും. 1 GB. വാട്ട് ഈസ് GB? ജിഗാബൈറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് 1024 ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റിനെ വിളിക്കുന്ന പേരാണ് 1 TB എന്ന് വിളിക്കും. TB. വാട്ട് ഈസ് TB? TB മീൻസ് ടെറാബൈറ്റ്. ശ്രദ്ധിക്കൂ, 4 ബിറ്റ് 1 നിബിൾ, 8 ബിറ്റ് 1 ബൈറ്റ്, അല്ലെങ്കിൽ 2 നിബിള്. 1024 ബൈറ്റ്സ് 1 KB. Here KB means കിലോബൈറ്റ്. 1024 KB 1 MB. MB means മെഗാബൈറ്റ്. 1024 MB 1 GB. GB means ജിഗാബൈറ്റ്. 1024 GB 1 TB. TB means ടെറാബൈറ്റ്. ടെറാബൈറ്റ്. ഓക്കെ. ഇനി അടുത്തത് 1024 ടെറാബൈറ്റ്. 1024 ടെറാബൈറ്റ്. അതിനെയാണ് 1 PB എന്ന് വിളിക്കും. PB. വാട്ട് ഈസ് PB? PB മീൻസ് പെറ്റാബൈറ്റ്. അടുത്തത് 1024 PB പെറ്റാബൈറ്റ്. 1024 പെറ്റാബൈറ്റ് ആണ് 1 EB. 1 EB. വാട്ട് ഈസ് EB? EB മീൻസ് എക്സാബൈറ്റ്. അടുത്തത് 1024 എക്സാബൈറ്റ്. 1024 എക്സാബൈറ്റ്. 1024 എക്സാബൈറ്റ് ആണ് 1 സെറ്റാബൈറ്റ്. 1 സെറ്റാബൈറ്റ്. ZB സെറ്റാബൈറ്റ്. അടുത്തത് 1024 സെറ്റാബൈറ്റ്. 1024 സെറ്റാബൈറ്റ് ആണ് 1 YB. YB മീൻസ് യൊട്ടാബൈറ്റ്. YOTTA. യൊട്ടാബൈറ്റ്. പൊട്ട അല്ല, യൊട്ടാബൈറ്റ്. 1024 യൊട്ടാബൈറ്റ്. അതാണ് BB1 BB. ദാറ്റ് ഈസ് ബ്രോണ്ടോബൈറ്റ്. 1024 യൊട്ടാബൈറ്റ് ആണ് 1 BB. BB മീൻസ് എന്താണ്? ബ്രോണ്ടോബൈറ്റ് എന്നാണ് പറയുന്നത്. ബ്രോണ്ടോബൈറ്റ്. അടുത്തത് 1024 ബ്രോണ്ടോബൈറ്റ്. 1024 ബ്രോണ്ടോബൈറ്റിനെ വീണ്ടും 1 GB എന്ന് വിളിക്കാം. 1 GB. Here what is GB? സെയിം GB ആണോ? ഇവിടെ ഒരു GB ഉണ്ടല്ലോ, ഇവിടെ ഒരു GB ഉണ്ടല്ലോ. ഇവിടെ GB
ജിയോപ്പ് ബൈറ്റ് എന്നാണ്. ജിയോപ്പ് ബൈറ്റ് എന്നാണ്. ജിയോപ്പ് ബൈറ്റ്, ഇതാണ് ഇവിടെ GB, ജിയോപ്പ് ബൈറ്റ്. അപ്പൊ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്, പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കൂ. 4 ബിറ്റ് 1 നിബിൾ, 8 ബിറ്റ് 1 ബൈറ്റ് അഥവാ 2 നിബിൾ, 1024 ബൈറ്റ്സ് 1 KB, 1024 KB 1 MB, 1024 MB 1 GB, 1024 GB 1 TB, 1024 TB 1 PB, 1024 PB 1 EB, 1024 EB 1 ZB, 1024 ZB 1 YB, 1024 YB 1 BB, that is Brondo byte, 1024 Brondo byte 1 GB, that is ജിയോപ്പ് ബൈറ്റ്. ജിയോപ്പ് ബൈറ്റ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വരാം. നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ച് പഠിച്ചു. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പ്രധാനമായും 3ആയി ക്ലാസിഫൈ ചെയ്തു. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, CPU. CPU-നെ നമ്മൾ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, CU, കൺട്രോൾ യൂണിറ്റ്, പിന്നെ മെമ്മറി യൂണിറ്റ്. അടുത്തത് നമ്മൾ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇൻപുട്ട് ഡിവൈസുകളുടെ ലിസ്റ്റ് നമുക്ക് ആദ്യം തയ്യാറാക്കാം. ശ്രദ്ധിക്കൂ, ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? നമ്പർ 1, ഒരു ഇൻപുട്ട് ഡിവൈസസിന്റെ പേര് ഞാൻ പറയട്ടെ. കീബോർഡ്. ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന സാധനമാണ് ഏത്? കീബോർഡ്, അല്ലെ? 2 തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ മച്ചാൻ, മൗസ്. അപ്പൊ കീബോർഡായി, മൗസായി. ഇനി ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ മൗസിന് പകരമായിട്ട് നമ്മൾ ഒരു ടച്ച് ചെയ്യുന്ന ഭാഗമാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? അവിടെ 3ാമത്തെ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ പഠിക്കുന്നു, ടച്ച് പാഡ്. കീബോർഡ്, മൗസ്, ടച്ച് പാഡ്. സെറ്റ്. ഇനി ഒരു 3 എണ്ണവും കൂടെ ഞാൻ പറഞ്ഞു തരാൻ പോവാ, ശ്രദ്ധിച്ചു. 4ാമതായി നമ്മൾ പഠിക്കുന്നു, അതിന്റെ പേര് OMR എന്നാണ് പേര്. OMR എന്താണ് പൂർണ്ണരൂപം? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അടുത്തത് 5ാമതായി നമ്മൾ പഠിക്കുന്നു OCR. വാട്ട് ഈസ് OCR? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. 6ാമതായി നമ്മൾ പഠിക്കുന്നു MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നും പറയാം. അപ്പൊ ഇത് 3 ഒരുമിച്ച് പഠിക്കണം. ഏത്? OMR, OCR, MICR. ഒന്നുകൂടെ, OMR, OCR, MICR. അപ്പൊ നമ്മുടെ ഇൻപുട്ട് ഡിവൈസുകളുടെ എണ്ണം 6. കീബോർഡ്, മൗസ്, ടച്ച് പാഡ്, OMR, OCR, MICR. അടുത്തത് 7ാമതായി നമ്മൾ പഠിക്കുകയാണ് ജോയിസ്റ്റിക്ക്. അടുത്തത് നമ്മൾ പഠിക്കുകയാണ് 8ാമതായിട്ട് നമ്മൾ പഠിക്കുകയാണ് മൈക്രോഫോണ്. മൈക്രോഫോൺ എന്നൊക്കെ പറയുന്നത് പാട്ട് പാടുന്ന മൈക്കില്ലേ, അതാണ് മൈക്രോഫോൺ. 9ാമതായി നമ്മൾ പഠിക്കുകയാണ് ട്രാക്ക് ബോൾ. ഓക്കെ. 10ാമതായി നമ്മൾ പഠിക്കുന്നു ലൈറ്റ് പെൻ. ഓക്കെ ആണോ? അപ്പൊ 10 ഇൻപുട്ട് ഡിവൈസ് ആയോ? ഇതെങ്ങനെ ഓർക്കാം? ജോയി എന്ന് പറയുന്ന ഒരാള് മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, കയ്യിൽ മൈക്ക്, അപ്പുറത്തെ കയ്യിൽ ഒരു ബോള്, പോക്കറ്റ് പേന. കഴിഞ്ഞു. ജോയി, പോക്കറ്റ് പേന, കയ്യിൽ ബോള്, മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ ജോയിസ്റ്റിക്ക്, മൈക്രോഫോണ്, ലൈറ്റ് പെന്ന്, ട്രാക്ക് ബോള്. ഓക്കെ. അപ്പൊ മൊത്തം 10 ഇൻപുട്ട് ഡിവൈസസ്. ഒന്നുമില്ല, സിമ്പിൾ. കീബോർഡ്, മൗസ്, ടച്ച് പാഡ്, OMR, OCR, MICR, ജോയിസ്റ്റിക്ക്, മൈക്രോഫോണ്, ട്രാക്ക് ബോള്, ലൈറ്റ് പെൻ. 10 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് 11ാമതായി നമ്മൾ പഠിക്കുന്നു ഇൻപുട്ട് ഡിവൈസ്. അതാണ്
ബാർകോഡ് ബാർകോഡ് റീഡർ ബാർകോഡ് റീഡർ ബാർകോഡ് റീഡർ റീഡർ എന്ന വാക്ക് കണ്ടോ, അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ബാർകോഡ് റീഡർ. 12ാമതായി പഠിക്കുന്നു QR കോഡ് റീഡർ. QR കോഡ് റീഡർ അല്ലെ, ബാർകോഡ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ അതിന്റെ പുറകിൽ ബാർകോഡ് കാണാറുണ്ട്. അതിന്റെ താഴെ കുറെ സംഖ്യകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ ഇതിന് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ബുക്കിന്റെ പുറകെ കാണും അല്ലെ, ഡയറിയുടെ പുറകിലൊക്കെ കാണാറുണ്ട് ബാർകോഡ്. QR കോഡോ, QR കോഡ് നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അല്ലേ. എവിടെ നിങ്ങൾ പൈസ പോകുന്നു, മുട്ടായി മേടിക്കാൻ പോകുന്നു, 2 രൂപയുടെ മുട്ടായി മേടിക്കുന്നു, ചില്ലറയില്ല, ഗൂഗിൾ പേ. സിപ്പപ്പ് മേടിക്കുന്നു, ഗൂഗിൾ പേ അല്ലെ. അപ്പൊ എന്ത് ചെയ്താലും ഇപ്പൊ ഗൂഗിൾ പേ ആയതുകൊണ്ട് അവിടെ നിങ്ങൾ എന്ത് കാണാറുണ്ട്, നിങ്ങൾ QR കോഡ് കാണാറുണ്ട്. ക്വിക്ക് റെസ്പോൺസ് എന്നാണ് ഇവിടെ QR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വിക്ക് റെസ്പോൺസ് കോഡ്, ക്വിക്ക് റെസ്പോൺസ് കോഡ്. ഓക്കെ, അടുത്തത് 13ാമതായത് ഫിംഗർ പ്രിന്റ് റീഡർ. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ, ഫിംഗർ പ്രിന്റ് റീഡർ അല്ലെ. ഫിംഗർ പ്രിന്റ് വെച്ചാണല്ലോ ഇപ്പൊ ലാപ്ടോപ്പ് തുറക്കുന്നത്, ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണല്ലോ ഇപ്പൊ മൊബൈൽ ഫോൺ തുറക്കുന്നത്. ഫിംഗർ പ്രിന്റ് റീഡർ, ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, ഫിംഗർ പ്രിന്റ് റീഡർ. അടുത്തതാണ് സ്മാർട്ട് കാർഡ് റീഡർ. സ്മാർട്ട് കാർഡ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ. അടുത്തതാണ് 15ാമതായിട്ട് RFID റീഡർ. RFID റീഡർ. അപ്പൊ 5 റീഡർ ആയപ്പോ ഇൻപുട്ട് ഡിവൈസുകളുടെ എണ്ണം 15. സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് ഡേറ്റ സംരക്ഷിക്കാനും കൈമാറ്റം ചെയ്യാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കാർഡുകളെയാണ് സ്മാർട്ട് കാർഡ് എന്ന് വിളിക്കുന്നത്. ഡേറ്റ സംരക്ഷിക്കാനും കൈമാറ്റം ചെയ്യാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കാർഡുകളെയാണ് സ്മാർട്ട് കാർഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ RFID പൂർണ്ണരൂപം റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്നാണ് പൂർണ്ണരൂപം. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, അതായത് എയർലൈൻ ലഗേജുകളിൽ ഒക്കെ ഉപയോഗിക്കുന്ന ടാഗ് ആണ് RFID ടാഗ്. ആ ടാഗ് റീഡ് ചെയ്യുന്നതാണ് RFID റീഡർ. RFID റീഡർ. അപ്പൊ ഇവിടെ 5 റീഡർ: ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, ഫിംഗർ പ്രിന്റ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, RFID റീഡർ. ഓക്കെ, ഒന്നുകൂടെ: ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, ഫിംഗർ പ്രിന്റ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, RFID റീഡർ. ഇതോടുകൂടി ഇൻപുട്ട് ഡിവൈസുകളുടെ എണ്ണം 15. ഒന്നുകൂടെ: കീബോർഡ്, മൗസ്, ടച്ച് പാഡ്, OMR, OCR, MICR, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോണ്, ട്രാക്ക് ബോൾ, ലൈറ്റ് പെന്ന്. ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, ഫിംഗർ പ്രിന്റ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, RFID റീഡർ. 15. 16ാമതായി പഠിക്കുന്ന ഇൻപുട്ട് ഡിവൈസിന്റെ പേര്, അതാണ് വെബ് ക്യാമറ. വെബ് ക്യാമറ 16ാമതായി പഠിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് വെബ് ക്യാമറ. 17 സിമ്പിൾ ഡിജിറ്റൽ ക്യാമറ. ഡിജിറ്റൽ ക്യാമറ. 16 വെബ് ക്യാമറ, 17 ഡിജിറ്റൽ ക്യാമറ. 18 എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് പറയട്ടെ, സ്കാനർ. 18ാമതായി നമ്മൾ പഠിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ. 19ാമതായി നമ്മൾ പഠിക്കുന്ന ഇൻപുട്ട് ഡിവൈസിന്റെ പേരെന്താണ്? 19 ആണ് ഗ്രാഫിക് ടാബ്ലറ്റ്. ഈ ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് പ്രതലമാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. ഒരു കറുത്ത ഒരു സ്ലേറ്റ് പോലെ ഇരിക്കും. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കല്ല് പെൻസിലും സ്കെയിലും കൊണ്ടൊക്കെ അല്ലേ പോകുന്നത്. ആ കല്ല് പെൻസിലിട്ട് ഈ ഒക്കെ എഴുതി പഠിച്ചില്ലേ? അതുപോലെ ഒരു കറുത്ത സ്ലേറ്റ്. ആ കറുത്ത സ്ലേറ്റ് സൈഡിൽ തടിയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. ആ സൈഡിൽ ഒരു കറുത്ത പ്ലേറ്റ് മാത്രം, അതിലൊരു പേന കൊണ്ട് ഇങ്ങനെ എഴുതും. അതാണ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ എഡ്യൂക്കേറ്റർമാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഗ്രാഫിക് ടാബ്ലറ്റ് ഉപയോഗിച്ച് എഴുതുമ്പോൾ പുറകിലത്തെ മോണിറ്റർ വലുതായിട്ടൊക്കെ തെളിഞ്ഞു വരും. അതാണ് ഗ്രാഫിക്സ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 20ാമതായി നമ്മൾ പഠിക്കുന്നു. 20ാമത്തെ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് പഠിക്കുകയാണ് സ്റ്റൈലസ്. സ്റ്റൈലസ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഈ മൊബൈൽ ഫോൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു സ്റ്റൈലസ് കിട്ടും. ആ സ്റ്റൈലസ് ഒരു ചെറിയ ഈർക്കില് പോലെ ഒരു സാധനമാണ്. ഈർക്കില് പോലെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വണ്ണമുണ്ട് കേട്ടോ. ഈർക്കിലി എന്ന് പറയുമ്പോൾ ഇതല്ലല്ലോ എന്ന് പറയില്ലേ, കുറച്ചുകൂടെ വണ്ണമുള്ള ഒരു ചെറിയ പേന പോലെ. ഇത്രയും വണ്ണമൊന്നുമില്ല, ചെറിയത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയൊക്കെ തോണ്ടുകയും ചെയ്യുമ്പോൾ എന്താണ്,
ഏതോ കാശുകാരനാണെന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുക. അതാണ് സ്റ്റൈലസ്. ഏതാണ് സ്റ്റൈലസ്? അപ്പൊ 20 ഇൻപുട്ട് ഡിവൈസസ് ആയി. 20 ഇൻപുട്ട് ഡിവൈസസ് ആയി. ഇത്രത്തോളം നിങ്ങൾ ഓർക്കുക. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കീബോർഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് കീബോർഡാണ്. കീബോർഡിനെ വിളിക്കുന്നത് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നാണ്. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് ഏത്? കീബോർഡ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് കീബോർഡ്. ഒരു സാധാരണ കീബോർഡിലെ കീകളുടെ എണ്ണം 104 സാധാരണ കീബോർഡിലെ കീകളുടെ എണ്ണം 104 പല ലേഔട്ടുകളിലുള്ള കീബോർഡുകൾ ഉണ്ട് എന്നുള്ളത് ഓർത്തോണം. ഇനി ഒരു കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാന്ന് ചോദിച്ചാൽ അത് സ്പേസ് ബാർ ആണ്. എളുപ്പമുള്ള ചോദ്യമാണ്. ഒരു കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാർ ആണ്. ഇടതു സൈഡിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ എസ്കേപ്പ് കീ ആണ്. ഒരു കീബോർഡിൽ ഇടതു സൈഡിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണ്? എസ്കേപ്പ് കീ ആണ്. എസ്കേപ്പ് കീ ആണ്. പല തരത്തിലുള്ള കീകളുണ്ട്. നാവിഗേഷണൽ കീസ് ഉണ്ട്. നാവിഗേഷണൽ കീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കീബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 ആരോ ഉള്ള കീ കാണാം. അതൊരു നാവിഗേഷണൽ കീ. 4 ആരോ കീസ് എന്ന് പറയുന്നത് നാവിഗേഷണൽ കീ ആണ്. ഹോം ബട്ടൺ ഉണ്ട്, അത് നാവിഗേഷണൽ കീ. എൻഡ് ബട്ടൺ ഉണ്ട്, നാവിഗേഷണൽ കീ ആണ്. പേജ് അപ്പ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, നാവിഗേഷണൽ കീ ആണ്. പേജ് ഡൗൺ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, നാവിഗേഷണൽ കീസ് ആണ്. ഇതൊക്കെ നാവിഗേഷണൽ കീസ് ആണെന്നാവും. മോഡിഫയർ കീസ് ഉണ്ട്. മോഡിഫൈ ചെയ്യുന്ന കീസാണ് മോഡിഫയർ കീസ്. മോഡിഫയർ കീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷിഫ്റ്റ്, ഓൾട്ട്, കൺട്രോൾ എന്നിവയാണ് മോഡിഫയർ കീസ്. മോഡിഫയർ കീസ് ഒന്നുകൂടെ ആലോചിച്ചോണം. ഷിഫ്റ്റ്, ആൾട്ട്, കൺട്രോൾ. ഷിഫ്റ്റ്, ആൾട്ട്, കൺട്രോൾ. ഇതാണ് മോഡിഫയർ കീസ് എന്നറിയപ്പെടുന്നത്. മോഡിഫയർ കീസ്. അപ്പൊ നാവിഗേഷണൽ കീസ് ആയി, മോഡിഫയർ കീസ് ആയി. ഫങ്ഷണൽ കീകളുണ്ട്. ഫങ്ഷണൽ കീസ്. അപ്പൊ എത്ര ഫങ്ഷണൽ കീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. 12 ഫങ്ഷണൽ കീസ്. F1, F2, F3, F4, F5, F6 അങ്ങനെ 12 വരെയുണ്ട്. അതാണ് ഫങ്ഷണൽ കീസ്. ആൽഫ ന്യൂമറിക് കീസ് ഉണ്ട്. എന്താണ് ആൽഫ ന്യൂമറിക് കീസ്? പേര് കേട്ടൊന്നും ഞെട്ടണ്ട. ആൽഫബറ്റ്സും നമ്പേഴ്സും. അതാണ് A മുതൽ Z വരെ, 0 മുതൽ 9 വരെ. അതാണ് ആൽഫ ന്യൂമറിക് കീസ്. ഇങ്ങനെ പല തരത്തിലുള്ള കീകൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണ്? കീബോർഡ് കണ്ടുപിടിച്ച ആളുടെ പേര് ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫർ ലാദം. ക്രിസ്റ്റഫർ ലാദം ഷോൾസ്. അദ്ദേഹമാണ് കീബോർഡ് കണ്ടെത്തിയത്. കീബോർഡ് കണ്ടെത്തിയ ആളുടെ പേര് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് എന്നാണ് പേര്. ക്രിസ്റ്റഫർ ലാദം ഷോൾസ്. അദ്ദേഹം ഈ പറഞ്ഞ കീബോർഡ് കണ്ടെത്തി. അതുപോലെ ഈ കീബോർഡ് പല ലേഔട്ടുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? നമ്മൾ സാധാരണ കാണപ്പെടുന്ന കീബോർഡ് ലേഔട്ട് QWERTY ആണ്. QWERTY. QWERTY. സാധാരണ നമ്മൾ കാണപ്പെടുന്ന കീബോർഡ് ലേഔട്ട് QWERTY ആണ്. QWERTY കീബോർഡിലെ ആദ്യ ലൈനിലെ കീ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ വാക്ക് ഏതാണ്? QWERTY കീബോർഡിലെ ആദ്യ ലൈനിലെ കീ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ വാക്ക് ടൈപ്പ് റൈറ്റർ എന്ന വാക്കാണ്. ടൈപ്പ് റൈറ്റർ. QWERTY കീബോർഡിലെ ആദ്യ ലൈനിലെ കീ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ വാക്ക് ടൈപ്പ് റൈറ്റർ എന്നാണ്. അതുപോലെ മറ്റു കീ എന്ന് പറയുമ്പോൾ AZERTY, AZERTY മറ്റൊരു കീബോർഡ് ലേഔട്ട് ആണ് AZERTY. അടുത്താണ് DVORAC. QWERTY, AZERTY, DVORAC ഇതൊക്കെ പല തരത്തിലുള്ള കീബോർഡ് ലേഔട്ടുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, QWERTY, AZERTY, DVORAC. QWERTY ആണ് നമ്മൾ കോമണായിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊന്നുണ്ട് ക്വാഡ്സ്. QUERTZ. ക്വാഡ്സ്. ഇതൊക്കെ പല തരത്തിലുള്ള കീബോർഡ് ലേഔട്ടുകളാണെന്നൂടെ നിങ്ങൾ അവിടെ ഓർത്തു വെച്ചോണം. കീബോർഡ് കണ്ടുപിടിച്ച ആളുടെ പേര് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് എന്നാണ്. മൗസ് ഉണ്ട് അല്ലെ? മൗസ്. ആരാണ് മൗസ് കണ്ടുപിടിച്ചത്? മൗസ് കണ്ടുപിടിച്ച ആളുടെ പേര് ഡഗ്ലസ് കാൾ എംഗൽബർട്ട്. ഡഗ്ലസ് കാൾ എംഗൽബർട്ട്. മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസ് കണ്ടുപിടിച്ച ആളുടെ പേര് ഒന്നുകൂടെ ഓർത്തോണം, ഡഗ്ലസ് കാൾ എംഗൽബർട്ട്. ഡഗ്ലസ് കാൾ എംഗൽബർട്ട്. മൗസ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? മൗസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്
ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡ്രാഗ്, മൂവ്, സ്ക്രോള്, ഇതൊക്കെയാണ് മൗസ് ഓപ്പറേഷൻസ്. ഒന്നുമില്ല, ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, മൂവ് ചെയ്യുക, സ്ക്രോൾ ചെയ്യുക, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മൗസ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, പല തരത്തിലുള്ള മൗസുകളുണ്ട് അല്ലെ? ബോൾ മൗസ്, ഒപ്റ്റിക്കൽ മൗസ്, ലേസർ മൗസ് അല്ലെ? ലേസർ, LASER, ലേസർ. എന്താണ് ലേസർ എന്ന് പറഞ്ഞാൽ? പൂർണ്ണരൂപം. ലേസർ എന്ന് പറഞ്ഞാൽ പൂർണ്ണരൂപം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, ഇതാണ് ലേസർ എന്നതിന്റെ പൂർണ്ണരൂപം. ലേസർ കണ്ടുപിടിച്ച ആളുടെ പേര് തിയോഡർ മെയ്മാൻ എന്നാണ്. ലേസർ കണ്ടുപിടിച്ച ആളുടെ പേര് തിയോഡർ മെയ്മാൻ എന്നാണ്. തിയോഡർ മെയ്മാൻ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, മെയ്മാൻ. ഓർത്തോ? തിയോഡർ മെയ്മാൻ. അപ്പൊ പലതരത്തിലുള്ള മൗസുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ലേസർ മൗസ്, ഒപ്റ്റിക്കൽ മൗസ് എന്നിങ്ങനെ പലതരത്തിലുള്ള മൗസുകളുണ്ട്. പഴയ കാലത്ത് നമ്മൾ സ്കൂൾ ലാബിലുകൾക്ക് പോയിരുന്നാൽ അവിടെ ബോൾ മൗസുകളൊക്കെ ഉണ്ടായിരുന്നു. ബോൾ മൗസ്, ആ ബോളൊക്കെ ഊരിയെടുക്കാൻ പറ്റുമായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മകൾ. പോട്ടെ, തിരിച്ചു വരാം. അപ്പൊ ലേസറിന്റെ പൂർണ്ണരൂപം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. ഇനി അടുത്തത് ടച്ച് പാഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ? OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, അതായത് നമ്മുടെ പരീക്ഷാ ഹാളിൽ കിട്ടുമ്പോൾ നമ്മളോട് ചോദിക്കും OMR കിട്ടിയോ, OMR കിട്ടിയോ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന OMR ഷീറ്റാണ്. OMR എന്ന് പറഞ്ഞാൽ ഈ OMR ഷീറ്റ് റീഡ് ചെയ്യുന്ന ഡിവൈസ് ആണ് OMR ഡിവൈസ് എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. മത്സര പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അടുത്തതാണ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിങ്ങൾക്ക് ഈ സ്കാനഡ് ഇമേജസിനെ ടെക്സ്റ്റ് ഫോമിലേക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. സ്കാനഡ് ഇമേജിനെ ടെക്സ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരു പത്രത്തിലെ ഒരു വാർത്തയുടെ ഒരു ഫോട്ടോ എടുത്തു. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളെ മാത്രം ആ ഫോട്ടോയിൽ നിന്ന് എടുത്ത് കോപ്പി ചെയ്ത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് OCR. കുറച്ചുകൂടെ വ്യക്തമായി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിന്റെ ഫോട്ടോ അപ്ലോഡ്, അതായത് ഏതെങ്കിലും ഒരു വാർത്തയോ മറ്റു കാര്യങ്ങളോ ടെക്സ്റ്റ് ഉള്ള ഒരു ഡാറ്റ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ മാത്രം സെലക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഉപയോഗിക്കുന്നത് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. അടുത്തത് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ഓർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ചെക്ക്, ചെക്കിന്റെ സ്പെല്ലിങ് CHEQUE, ചെക്ക്. ചെക്ക് ബാങ്ക് ചെക്കുകളൊക്കെ ഉണ്ട്. ബാങ്കിന്റെ ചെക്ക്, ഫെഡറൽ ബാങ്കിന്റെ, SBIയുടെ, അങ്ങനെ പല ബാങ്കുകളുടെ ചെക്കുണ്ട്. വ്യാജ ചെക്കാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഈ ബാങ്കുകാര് കൊടുക്കുന്ന ചെക്കിന്റെ ഉപയോഗിക്കുന്നതാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. അതിനകത്ത് മാഗ്നറ്റിക് ലൈൻസ് റീഡ് ചെയ്യുന്നതാണ്. അടുത്താണ് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എന്താണ്? ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് അല്ലെ? മൂവ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അടുത്തത് മൈക്രോഫോൺ. മൈക്രോഫോണിൽ എന്താണ്? അനലോഗ് രൂപത്തിലുള്ള ഒരു ശബ്ദത്തെ ഡിജിറ്റൽ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അനലോഗ് രൂപത്തിലുള്ള ഒരു ശബ്ദത്തെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുകയാണ് ആര് ചെയ്യുന്നത്? മൈക്രോഫോണിൽ ചെയ്യുന്നത്. അതോടെ ഓർത്തിരിക്കുക. ട്രാക്ക് ബോൾ മൗസ് പോലെ തന്നെ ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. അടുത്തത് ലൈറ്റ് പെൻ. പേന പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ലൈറ്റ് പെൻ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. അതാണ് ഈ പറയുന്ന ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ലൈറ്റ് പെൻ. കാർഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഈ കാർഡിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് എന്നൊരു തവണ ചോദിച്ചപ്പോൾ അവിടെ ഉത്തരം ലൈറ്റ് പെൻ ആണ്. ലൈറ്റ് പെൻ. അടുത്തത് ബാർകോഡ് റീഡർ. ഈ ബാർകോഡ് എന്ന് പറയുന്ന ഒരു സാധനം അത് കണ്ടുപിടിച്ച ഒരാളുണ്ട്. ബാർകോഡ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. എന്താണ് പേര്? നോർമൻ ആണ്. നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. നോർമൻ ജോസഫ് വുഡ്ലാൻഡ് ഇദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്? ബാർകോഡ് കണ്ടുപിടിച്ചത്.
ഈ വുഡ്ലാൻഡ് വെച്ച് അവിടെ കണക്ട് ചെയ്യാം അല്ലെ. ബാർകോഡ് വുഡ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. വുഡ്ലാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടുന്ന് എന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാർകോഡ് അവിടെ കാണാൻ പറ്റും. അപ്പൊ ബാർകോഡ് കണ്ടുപിടിച്ചത് വുഡ്ലാൻഡ് എന്ന് കണക്ട് ചെയ്യാൻ പറ്റൂലേ. ബാർകോഡ് കണ്ടുപിടിച്ചത് വുഡ്ലാൻഡ് കണക്ട് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. QR കോഡ് അറിയാലോ, QR കോഡ് സ്കാൻ ചെയ്യുന്നതാണ് QR കോഡ് റീഡർ. ഫിംഗർ പ്രിന്റ് റീഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഉപയോഗിക്കുന്ന ലൈറ്റ് ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഫിസിക്സിനകത്തൊക്കെ ലൈറ്റിന്റെ പല ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പ്രതിഫലനം, അപവർത്തനം എന്നൊക്കെ പറയാറില്ലേ. അപ്പം ഫിംഗർ പ്രിന്റ് റീഡറിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം. അപ്പം ഫിംഗർ പ്രിന്റ് റീഡറിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. മലയാളത്തിൽ എന്ത് പറയും? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. അടുത്തത് സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? ഡാറ്റ സംരക്ഷിക്കാനും ഡാറ്റ കൈമാറ്റം ചെയ്യാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കാർഡുകളെയാണ് എന്ത് വിളിക്കുന്നത്? സ്മാർട്ട് കാർഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. അടുത്തത് RFID റീഡർ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. എയർലൈൻ ലഗേജുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടാഗ് ആണ് RFID ടാഗ്. അത് റീഡ് ചെയ്യുന്നതാണ് RFID റീഡർ. അടുത്തത് വെബ് ക്യാമറ എന്തിനു ഉപയോഗിക്കുന്നു? വെബ് ക്യാമറ വീഡിയോ കോളിന് ഉപയോഗിക്കുന്നു. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അടുത്തത് ഡിജിറ്റൽ ക്യാമറ. കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ച ഒരാളുണ്ട്. ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ച ആളുടെ പേര് സ്റ്റീവൻ ജെ സാസൺ എന്നാണ് പേര്. സാംസൺ അല്ല, സാസൺ. ഇനി അടുത്തത് സ്കാനർ എന്ത് ചെയ്യുന്നു? സ്കാനർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പി ആയിട്ട് കാണിക്കുന്നു അല്ലെ. അതായത് നമ്മുടെ ഇരിക്കുന്ന ഒരു പേപ്പർ അതിനെ കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്ത് കാണാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്കാനർ. അടുത്തത് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത് എഴുതാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പ്രതലമാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. പ്രത്യേകതരം പേന ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പൊ അതിൽ തന്നെ തെളിഞ്ഞു കാണൂല, കമ്പ്യൂട്ടറിൽ ആ എഴുതുന്ന വിവരങ്ങൾ തെളിഞ്ഞു കാണാനായിട്ട് സഹായിക്കും. അടുത്തതാണ് സ്റ്റൈലസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, പേന പോലെ ഇരിക്കുന്നു, അതാണ് സ്റ്റൈലസ്. ഈ ഇൻപുട്ട് ഡിവൈസസ് 20 എണ്ണം സെറ്റായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തത് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, മോണിറ്റർ അല്ലെ. പിന്നെ ഉള്ളത് പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, പ്രിന്റർ. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മോണിറ്റർ പഠിച്ചു. മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, പ്ലോട്ടർ. അതുപോലെ സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അടുത്തത് 3D പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ പ്രൊജക്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, പ്രൊജക്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇതാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഏതൊക്കെ? മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, 3D പ്രിന്റർ, പ്രൊജക്ടർ. ഇതൊക്കെയാണ് എന്ത്? ഔട്ട്പുട്ട് ഡിവൈസ്. നിങ്ങൾ നോക്കിയേ, മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, 3D പ്രിന്റർ, പ്രൊജക്ടർ. കണ്ടോ? അപ്പം ഈ പ്രിന്റർ അവിടെ ഉണ്ടല്ലോ, പിന്നെ 3D പ്രിന്റർ എഴുതണോ എന്ന് ചോദിക്കുന്നവർക്ക് രണ്ടും രണ്ടാണ് കേട്ടോ. പ്രിന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പറിനകത്ത് പ്രിന്റ് ചെയ്തെടുക്കുന്നു അല്ലെ. 3D പ്രിന്റർ എന്ന് പറയുമ്പോൾ 3D ആയിട്ടുള്ള ചിത്രങ്ങൾ, 3D ആയിട്ട് ഈ പ്രത്യേകിച്ച് ഈ പറഞ്ഞാല് ഈ ഹോസ്പിറ്റലിന്റെ പല കേസുകളിലും ഈ 3D പ്രിന്റർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഈ 3D പ്രിന്റർ ഉപയോഗിക്കാറുണ്ട്. ഗിഫ്റ്റ് കൊടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ആരുടെയും ഒരു ചിത്രം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ബിസിനസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരാളുടെ ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ 3D രൂപത്തിലുള്ള അയാളുടെ ഫോം അല്ലെങ്കിൽ ആ ഒരു
അയാളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് 3D പ്രിന്റർ. കുറെ സമയം എടുത്തിട്ടാണ് അത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് പൊങ്ങി പൊങ്ങി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് 3D പ്രിന്റർ. ഇതിനകത്ത് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് കീബോർഡ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് കീബോർഡ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതുപോലെ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ്, പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാന്ന് ചോദിച്ചാൽ അത് മോണിറ്റർ ആണ്. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാന്ന് ചോദിച്ചാൽ അത് മോണിറ്റർ ആണ്. അതുപോലെ തന്നെ മോണിറ്ററിനെ വിളിക്കും. നമ്മൾ ഈ മോണിറ്ററിൽ കാണുന്ന വിവരങ്ങളെ നമ്മൾ സോഫ്റ്റ് കോപ്പി എന്നാണ് വിളിക്കുന്നത് അല്ലെ. മോണിറ്ററിൽ കാണുന്ന വിവരങ്ങളെ നമ്മൾ സോഫ്റ്റ് കോപ്പി എന്നാണ് വിളിക്കുന്നത്. അത് പ്രിന്റ് എടുത്ത് നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അതിനെ ഹാർഡ് കോപ്പി എന്ന് വിളിക്കും അല്ലെ. ഇപ്പൊ ഈ മോണിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വിളിക്കും. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏത്? മോണിറ്റർ. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടും, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാ? ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാ? അത് പ്രിന്റർ ആണ്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാന്ന് ചോദിച്ചാൽ അത് പ്രിന്റർ ആണ്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാന്ന് ചോദിച്ചാൽ അത് മോണിറ്റർ ആണ്. ഇനി പ്ലോട്ടർ. പ്ലോട്ടർ വലിയ വലിയ മാപ്പുകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ പ്രിന്റ് എടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. കാർഡിലൊക്കെ ഉപയോഗിക്കും. കാർഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, വലിയ മാപ്പുകളും ഗ്രാഫുകളും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ അതിന്റെ പ്രിന്റ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കാർഡിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് എന്ന് നമ്മൾ പഠിച്ചപ്പോൾ ഏതാ പറഞ്ഞ ലൈറ്റ് പെൻ. ഇപ്പൊ നമ്മൾ കാർഡിൽ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് ഏത് പഠിക്കുന്നു? പ്ലോട്ടർ പഠിക്കുന്നു. അടുത്ത സ്പീക്കർ. സ്പീക്കർ നിങ്ങൾക്ക് അറിയാം. സ്പീക്കർ എന്താണ്? സ്പീക്കർ എന്ന് പറയുന്നത് ശബ്ദത്തെ ഔട്ട്പുട്ട് ആയിട്ട് നൽകുന്നതാണ് ഏത്? സ്പീക്കർ എന്ന് പറയുന്നത് അല്ലെ. ശബ്ദത്തെ ഔട്ട്പുട്ട് ആയിട്ട് നൽകുന്നു. അടുത്തത് 3D പ്രിന്റർ. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ ഉള്ളത് പ്രൊജക്ടർ. അതും നിങ്ങൾക്കറിയാം. പ്രൊജക്ടർ. ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി പ്രിന്റർ എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള പ്രിന്ററുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ അല്ലെ. പിന്നെന്താണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ പണ്ട് KSEBിയിലൊക്കെ ബില്ല് അടയ്ക്കാൻ പോകുമ്പോൾ നമുക്കൊരു ബില്ല് അടച്ചതിന്റെ റെസിപ്റ്റ് വീട്ടിൽ കൊണ്ട് കാണിക്കണം അല്ലെ. ബാക്കി ഇത്ര രൂപ ബില്ലായി, മുട്ടായി മേടിച്ചു, വണ്ടിക്കൂലി ഇത്രയായി, ഇതെല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ കൊണ്ട് കാണിക്കുമ്പോൾ ആ ഒരു ബില്ലൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പൊ പോയാലും കിട്ടും. അതാണ് എന്ത്? അതാണ് ഈ പറഞ്ഞ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. പഴയകാല പ്രിന്റർ ആണ്. ചെലവ് വളരെ കുറവാണ്. അതായത് ഈ ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന് ചെലവ് വളരെ കുറവാണ്. പിന്നെ വേഗതയും കുറവാണ്. പിന്നെ അതിന് എന്തുണ്ട്? അതിന് ശബ്ദം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന് കൂടുതലായിട്ടുള്ളത് ശബ്ദമാണ്. ശബ്ദം. തെളിച്ചമൊക്കെ ഇച്ചിരി കുറവാണ്. കമ്പാരിറ്റീവ്ലി തെളിച്ചമൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പൊ തെളിച്ചം കുറവാണ്, വേഗത കുറവാണ്, ചെലവ് കുറവാണ്. പിന്നെ എന്തുണ്ട്? ശബ്ദം ആവശ്യത്തിനുണ്ട്. അതാണ് ഏത്? ഈ പറയുന്ന ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇപ്പൊ നമ്മൾ കടയിലൊക്കെ പോയി പ്രിന്റ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ലേസർ പ്രിന്ററുകളാണ്. ലേസർ പ്രിന്റർ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഇതിൽ ഏതെങ്കിലും ആയിരിക്കാം ഉപയോഗിക്കുന്നത്. ലേസർ പ്രിന്ററോ ഇങ്ക്ജെറ്റ് പ്രിന്ററോ ആയിരിക്കാം ഒരുപക്ഷെ ഉപയോഗിക്കുന്നത്. ലേസർ പ്രിന്റർ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ വില കൂടുതലാണ്. ഇങ്ക്ജെറ്റ് പ്രിന്ററിനേക്കാൾ കുറച്ചുകൂടെ വേഗത കൂടുതലാണ് ഏത്? ലേസർ പ്രിന്ററിൽ ഉപയോഗിക്കുന്നത്. ലേസർ പ്രിന്ററിൽ ഇങ്ക് പൗഡർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മഷി ഫില്ല് ചെയ്യുന്നത്. ഇങ്ക് പൗഡർ അതിനകത്ത് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്തിട്ട് പ്രിന്റ് എടുക്കുന്നത്. ലേസർ ഇങ്ക്. ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ ലിക്വിഡ് ഇങ്ക് ആണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ഇങ്ക് എന്ന് പറയുമ്പോൾ മഷി സ്പ്രേ ചെയ്യും. പേപ്പറിനകത്തോട്ട് മഷി സ്പ്രേ ചെയ്താണ് ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. അടുത്തത് ഈ പറയുന്ന തെർമൽ പ്രിന്റർ. തെർമൽ പ്രിന്റർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. തെർമൽ പ്രിന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ബസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് തരുന്നതില്ലേ, അത് തെർമൽ പ്രിന്റർ ആണ്. ബസ്സിൽ ടിക്കറ്റ് ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. ഇപ്പം ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റ് വരുന്നു, കീറി നമ്മുടെ തരുന്നു. അതൊരു തെർമൽ പ്രിന്റർ ആണ്. അതുപോലെ KSEBിയുടെ ബില്ല് വീട്ടിൽ കൊണ്ട് തരുന്നത് അതും തെർമൽ പ്രിന്റർ ആണ്. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചിട്ട് ബില്ല് ചോദിച്ചാൽ തരുമ്പോൾ നമ്മുടെ തരുന്നത് അതും ഒരു തെർമൽ പ്രിന്റർ ആണ്. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ബില്ല് തരുന്നത് തെർമൽ പ്രിന്റർ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പോർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിന്റർ ആണ് ഏത്? തെർമൽ പ്രിന്റർ എന്ന് പറയുന്നത്. തെർമൽ പ്രിന്റർ. അപ്പൊ ഈ തെർമൽ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യുന്നത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേപ്പറാണ്. തെർമൽ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് തെർമൽ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതോടെ അവിടെ മനസ്സിലാക്കണം.
അപ്പം ലേസർ പ്രിന്റർ ഉണ്ട്, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഉണ്ട്, തെർമൽ പ്രിന്റർ ഉണ്ട്. ഇതെല്ലാം പല തരത്തിലുള്ള പ്രിന്ററുകളാണ്. അപ്പൊ ഇതിനകത്ത് പലതും പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി പലതും പലതാണ് എന്നാണ് പറഞ്ഞത്. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിനാണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും ചെലവ് കുറഞ്ഞ പ്രിന്റ് കിട്ടുന്നത്. അതിന് വേഗതയും കുറവായിരിക്കും, അതിന് ചെലവും കുറവായിരിക്കും, അതിന് തെളിച്ചവും കുറവായിരിക്കും. പിന്നെ അതിനകത്തുണ്ട് അതിന് ശബ്ദം ആവശ്യത്തിനുണ്ട്. ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ലേസർ പ്രിന്ററിനാണ്. ചെലവ് കൂടുതലുള്ളത് ഈ പറയുന്ന ലേസർ പ്രിന്ററിലേക്ക് വരുമ്പോൾ തന്നെയാണ്. മോണിറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മോണിറ്റർ പഴയ തരത്തിലുള്ള മോണിറ്ററുകളുണ്ട് അല്ലെ. പഴയ തരത്തിലുള്ള മോണിറ്റർ, വലിയ വലിപ്പമുള്ള മോണിറ്ററുകളുണ്ട്. അവയെ CRT എന്നാണ് വിളിക്കുന്നത്. CRT എന്ന് പറഞ്ഞാല് കാഥോഡ് റേ ട്യൂബ് എന്നാണ്. കാഥോഡ് റേ ട്യൂബ്. അപ്പൊ അതിനുശേഷമാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേകളൊക്കെ വരുന്നത്. കാഥോഡ് റേ ട്യൂബിന് ശേഷമാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേകളൊക്കെ വരുന്നത്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് വരുമ്പോൾ അവിടെ പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് LCD, അതുപോലെ LED, അതുപോലെ OLED, അതുപോലെ അമോ LED. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേക്ക് ഉദാഹരണങ്ങളാണ്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്താണ്? LCD എന്ന് പറഞ്ഞാല് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. എന്താണ് OLED എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. ഇനി അടുത്ത എന്താണ് അമോ LED എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മെട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. അപ്പൊ പലതരത്തിലുള്ള, അതിപ്പോ LCDയേക്കാൾ കൂടുതൽ ഓരോ ജനറേഷൻസ് ആണ്. CRT കാഥോഡ് റേ ട്യൂബ്, അതിനുശേഷം LCD, പിന്നെ LED, പിന്നെ OLED, അമോ LED. ഇതിങ്ങനെ ജനറേഷനുകളായിട്ട് ഈ പറയുന്ന മോണിറ്ററുകളിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ വ്യക്തതയും കൂടുതൽ തെളിച്ചവും ഒക്കെ തരുന്ന ഡിസ്പ്ലേകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ വന്നായിരുന്നു, പ്ലാസ്മ ഡിസ്പ്ലേ. അത് ഈ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേക്ക് ഉദാഹരണമാണ്. പ്ലാസ്മ TV ഒക്കെ ഇടയ്ക്ക് ഇറങ്ങി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഈ മോണിറ്ററിന്റെ വലിപ്പം കണക്കാക്കുന്നത്, ഇപ്പൊ ഒരു മോണിറ്റർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ മോണിറ്ററിന്റെ വലിപ്പം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡയഗണൽ ആയിട്ടാണ് മോണിറ്ററിന്റെ വലിപ്പം കണക്കാക്കുന്നത്. ഡയഗണൽ ആയിട്ട് ഇഞ്ചുകളിലാണ് മോണിറ്ററിന്റെ വലിപ്പം കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ പറയാറില്ലേ 32 ഇഞ്ച് TV, 43 ഇഞ്ച് TV എന്നൊക്കെ പറയുന്നത് അതിന്റെ വലിപ്പം കണക്കാക്കുന്നത് ഡയഗണൽ ആയിട്ട് ഇഞ്ചുകളിലാണ് ഈ മോണിറ്ററുകളുടെ വലിപ്പം കണക്കാക്കുന്നത് എന്നുള്ളതുകൂടെ നിങ്ങൾ ഇവിടെ ഓർത്തോണം. അപ്പോ നമ്മളിവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.